ഗൈസ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഇപ്പോൾ ഉണ്ടായ ആ ഒരു സക്സസ് ഇല്ലേ അതിൻ്റെ ഒരു ജേർണി. ഇത് ഒരു ഫാക്ടർ അല്ല, ഒരു ഫാക്ടർ കൊണ്ടൊന്നും ഒരിക്കലും ഒരു സക്സസ് എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് എത്തില്ല. കാരണം പല ഫാക്ടേഴ്സ് ഒന്നിച്ച് വരണം എന്നുള്ളതാണ്. അപ്പം അത് പലർക്കും ലെസൺ ആകുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും നമുക്കറിയാം ഒരു സമയത്ത് എത്ര മോശം അവസ്ഥയിലായിരുന്നു അവർ. മറ്റു ടീമുകൾ അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെയും ഒരു സിമ്പതിയോടുകൂടി കണ്ടിരുന്ന ഒരു ക്ലബ്ബായിരുന്നു. അവർ 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു മേജർ ട്രോഫി തന്നെ സ്വന്തമാക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെ എന്ന് പറയാം. എന്താണെങ്കിലും ഈ ഒരു ജേർണിയിൽ അവർക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം മറ്റാരും അല്ല, ജോൺ അബ്രഹാം എന്ന് പറയുന്ന അവരുടെ ഓണർ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, വലിയൊരു കോർപ്പറേറ്റ് ഒന്നും അല്ല, അങ്ങനെ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്യുവർ പാഷനാണ് അദ്ദേഹത്തെ ഈ ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിമിൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വളരെ പ്രസക്തമായിരുന്നു. അദ്ദേഹം മണിയൊക്കെ സേവ് ചെയ്ത് ഈ ക്ലബ്ബിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം. ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെയിൻ ക്ലബ്ബിലും അതുപോലെ അക്കാഡമിയിലും ഒക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അക്കാഡമിയിൽ നിന്നൊരു ഫ്യൂച്ചറിലൊരു വേൾഡ് അറിയപ്പെടുന്നൊരു സൂപ്പർ സ്റ്റാറൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ്. എന്താ പറയുക, ഇറ്റ്സ് ക്ലിയർ പ്യുവർ പാഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വേറെ ഒന്നും അതിന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ ഇദ്ദേഹം എടുത്തിട്ടുള്ള ഒരു 2023 എടുത്തിട്ടുള്ള അതിനിർണായകമായിട്ടുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ കാണുന്ന ഒരു ലെവലിലേക്ക് അവരെ കൊണ്ടെത്തിച്ചതിലൊരു ഫാക്ടറായത്. അത് മന്ദ തമാനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CEO-യെ അവരെ ഒരു പോസ്റ്റിൽ നിയമിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹം മുമ്പ് BFCയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. BFC സക്സസ്ഫുള്ളായിട്ട് തന്നെ ഒരു കരിയറെ കൊണ്ടുപോയിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ അവിടെ നിന്ന് നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു ചുമതല ഏൽപ്പിക്കുന്നു. 2023 മെയ്യിലൊക്കെയാണ് അദ്ദേഹം ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും 15 മാസങ്ങൾക്കിപ്പുറം അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ട്രോഫി സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. യാതൊരു വിധത്തിലുള്ള ഒരു ചാണക്യം തന്ത്രമോ മാസ്റ്റർ ക്ലാസ്സോ ഒന്നും, അതിൻ്റെ ഒരു തള്ളുകളോ ഒന്നും ഇല്ലാണ്ട് തന്നെ എന്താ പറയുക, വന്ന് ഹീറോയിസം കാണിച്ചു എന്നുള്ളത് പറയാം. അതുകൊണ്ട് തന്നെ മന്ദ തമാനെ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക്, അവരുടെ CEO-ക്ക് തീർച്ചയായിട്ടും അപ്രിസിയേഷൻ പറയാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മളുടെയൊക്കെ STയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇതിപ്പോൾ ഒരു 5ാമത്തെ വർഷമാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ ഏതാണ്ട് ഒരു 10-14 ട്രോഫി തന്നെ പോയി കഴിഞ്ഞു. സ്റ്റിൽ അതൊന്നും നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം, ISL-ലും സൂപ്പർ കപ്പും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് 3 ട്രോഫീസ് ഇനിയും ഈ ഒരു സീസണിൽ അവശേഷിക്കുന്നുണ്ട്. എന്താകും എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്താണെങ്കിലും ഈ ഒരു മന്ദ തമാനെ വന്നതിന് ശേഷം എടുത്ത മറ്റൊരു സുപ്രധാന തീരുമാനമാണ് നൗഷാദ് മൂസ എന്ന് പറഞ്ഞിട്ടുള്ള BFCയുടെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് മറ്റ് യൂത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം നമുക്കറിയാം BFCയുടെ ഒരു ഇൻ്ററിം കോച്ച് എന്ന നിലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ Under-23 ടീമിൻ്റെ കോച്ചായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ 2023 കൊണ്ടുവന്നിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് കോച്ച് ആൻഡ് ഹെഡ് ഓഫ് യൂത്ത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. സോ 2023 അല്ലെങ്കിൽ ഈ 24-ലൊക്കെ ആയിട്ട് അവർ നടത്തിയിട്ടുള്ള മികച്ച റിക്രൂട്ട്മെൻറ്റുകളെ പറ്റി നമുക്ക് തീർത്തും പറയാതിരിക്കാൻ സാധിക്കില്ല. അതായത് ഇന്ത്യൻ റിക്രൂട്ട്സ് ആണ് അത് പ്രധാനമായിട്ടും ഇവരൊക്കെ തന്നെയാണ് നോക്കിയിരുന്നത്. അപ്പം അത് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ദിനേഷ് സിംഗ് പാൽഗുനി, റെഡീൻ തലാങ്, അതുപോലെ തന്നെ അഷീർ അക്തർ, ഗുർമീത് സിംഗ് ഗോൾ കീപ്പർ, അദ്ദേഹത്തെ എനിക്ക് ജനുവരിയിലാണ് കൊണ്ടുവരുന്നത് HFC-യിൽ നിന്ന് പോയതിന് ശേഷം. അതുപോലെ തന്നെ ഇത്തവണ കൊണ്ടുവന്ന മായക്കണ്ണൻ ആൻഡ് BFCയിലെ കുറേ അക്കാഡമി പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലിപ്പം സാം ഡേ, മക്കാത്തൻ, ബേക്കയോറം, റോബിൻ യാദവ്, അങ്കിത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല കുറേ ടാലൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് ഓൾറെഡി ഉള്ള നല്ല താരങ്ങളെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം തൊണ്ടോബ സിംഗ്, അതുപോലെ പാർദിക് ഗൊഗോയ്, ദീപേഷ്, മിർഷാദ്, അൻജിദിൻ MS. ഇൻ പേപ്പറിൽ നോക്കുമ്പോൾ മറ്റു ടീമുകളിലെ താരങ്ങളെ പോലത്തെ വലിയൊരു ഇതൊന്നും പറയാനില്ല. പക്ഷേ അവർക്ക് ഓരോ പൊസിഷനിലും കളിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് തീർത്തും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇനി ഫോറിനേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ അവർക്ക് മികച്ച കുറച്ച് ഫോറിനേഴ്സിനെ എത്തിക്കാൻ സാധിച്ചു. പക്ഷേ അവരുടെ അറ്റാക്ക് അത്ര മികച്ചതായിരുന്നില്ല. സോ പിന്നീട് അവർ ജനുവരി ടോം ജോർജിനെ കൊണ്ടുവന്നു. അദ്ദേഹം ഇഞ്ചുറിയൊക്കെ ആയിപ്പോയി. പക്ഷേ അദ്ദേഹം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിപൊളി ഒരു പ്ലെയർ തന്നെയായിരുന്നു. അദ്ദേഹത്തെ ഈ വർഷവും അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഇഷ്യൂസ്
അദ്ദേഹത്തിൻ്റെ എന്തോ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാരണം അദ്ദേഹം വരാതിരിക്കുകയാണ്. പിന്നീടാണ് 2 മുന്നേറ്റത്തിൽ പുതിയ താരങ്ങൾ, ബാക്കി എല്ലാ താരങ്ങളെ അവർ നിലനിർത്തുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇപ്പോൾ അലാദീൻ ആണെങ്കിലും ഗില്ലേമോ ആണെങ്കിലും നല്ല പ്രൊഫൈലിൽ വരുന്ന പ്ലേയേഴ്സാണ്. ഡുറൻഡ് കപ്പിലെ പെർഫോമൻസും തീർച്ചയായിട്ടും അത് കാണിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ അതാണ് ചെയ്തത്. ഇപ്പം കഴിഞ്ഞ വർഷം പെഡ്രോ ബെനാലി എന്ന് പറയുന്ന പരിശീലകൻ, ഇപ്പോൾ അദ്ദേഹത്തിലേക്കാണ് ഞാൻ വരുന്നത്, അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ 7ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം നല്ലൊരു ടാക്ടീഷ്യൻ ആണ് എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ തന്നെ പ്രൂവ് ചെയ്തതാണ്. പക്ഷേ കുറച്ച് വീക്ക്നെസ്സസ് പല സൈഡ്സിലും ഉണ്ടായിരുന്നു. അതൊക്കെ ഫിക്സ് ചെയ്യുന്ന തരത്തിൽ ക്ലബ്ബ് ഇദ്ദേഹത്തിന് ഫീഡ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അന്തത്തമാനെ ജോൺ എബ്രഹാം, നൗഷാദ് മൂസയൊക്കെ അതിന് സഹായിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കിപ്പം ഒരു സീസൺ കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അടുത്ത സീസണിൽ എവിടേക്കാണ് ഫിക്സ് ചെയ്യേണ്ടത് അതാണ് മാറ്റേണ്ടത്. നമ്മുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ചിന്തിക്കണം. ഓരോ സീസൺ കഴിയുമ്പോഴത്തേക്കും ഫിക്സ് ചെയ്യുന്നതിന് പകരം ഉള്ള ഇത് നമ്മൾ ഒഴിവാക്കേണ്ട സാഹചര്യത്തിലേക്കൊക്കെയാണ് പോയത്. ഇവിടെയാണ് അത് തിരിച്ചു സംഭവിക്കുന്നത്, അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹം ഒരു മികച്ച ടാക്ടീഷ്യൻ ആണെന്നൊക്കെ പ്രൂവ് ചെയ്യുന്നത് ഡുറൻഡ് കപ്പിലെ ഫൈനൽ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണ് കളിച്ചത്, സെക്കൻഡ് ഹാഫിലാണ് ഉണ്ടായിട്ടുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച്, ടാക്ടിക്കൽ ചേഞ്ച്, ഇതൊക്കെ അത് കാട്ടുന്നുണ്ട്. അതുകൊണ്ട് ദേ ഡിസേർവ് എന്ന് തന്നെ പറയാം. സോ എന്താണെങ്കിലും ഇനി ഈ ഒരു ISL സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അവരിൽ നിന്ന് ഇപ്പം ISL ഷീൽഡോ കപ്പോ അല്ലെങ്കിൽ സൂപ്പർ കപ്പോ ഒക്കെ പ്രതീക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ചിലപ്പം അതിൽ ഒന്നും സക്സസ് ആയില്ലായിരിക്കാം, ചിലപ്പോൾ പല ഫാക്ടേഴ്സൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രതീക്ഷ ആരാധകരെ നിരാശപ്പെടുത്താത്ത ഒരു തരത്തിലുള്ളൊരു ഫുട്ബോളിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ അവരുടെ ടീം കളിക്കുന്ന ആസ് എ ടീം എന്ന നിലയിൽ അവരുടെ ഒരു കളി കാണുമ്പോൾ എന്താ പറയുക, മറ്റു ഒപ്പോണൻറ്റ് സൈഡിലെ ഫാൻസിനെ അസൂയപ്പെടുന്നുണ്ട്. കാരണം അവർ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന രീതിയിലാണ് അവരുടെ ഒരു ഗെയിം എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു കോച്ച് ആ ടീമിനെ കൊണ്ടുപോകുന്ന രീതി, ഇതൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മികച്ച കോച്ച് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മികച്ചൊരു പ്ലെയർ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് കൊണ്ട് മാത്രം, 1-2 ഫാക്ടേഴ്സ് കൊണ്ട് മാത്രം നമ്മൾ ഒരു സക്സസ്സിലേക്ക് എത്തില്ല. ഇതൊരു കളക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് കണക്റ്റഡായി വരുമ്പോഴാണ് സക്സസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രോഫീസ് ഒക്കെ സ്വന്തമാക്കാൻ പറ്റുന്നൊരു സംഭവത്തിലേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിനുള്ളൊരു പ്രൂഫ് ഇവിടെ നമ്മൾ കാണുന്നു. സോ എന്താണെങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ ഈ ഒരു ജേർണിയെ പറ്റിയിട്ട് അവർ സമീപകാലത്ത് നടത്തിയിട്ടുള്ള ചേഞ്ച് അവർക്ക് എങ്ങനെ ഒരു പോസിറ്റീവായിട്ട് വന്ന് ഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാണിക്കാൻ സനി.